ഈ റോഡില് ടോൾ അടച്ചിട്ട് കംപ്ലീറ്റ് ബ്ലോക്ക് ആണല്ലോ ഇവിടെ. ഈ പണി നടക്കുന്നുണ്ട് അല്ലേ? അതെന്റെ സേവനത്തിന്റെ വീഴ്ചയല്ലേ? തീർച്ചയായിട്ടും. സേവനത്തിന് വീഴ്ച വരുത്തുമ്പോ തമിഴ്നാട് അടക്കമുള്ള ഒരു സ്റ്റേറ്റിലും പണി നടക്കുന്ന റോഡ് ടോൾ പ്ലാസ വിരിക്കാറില്ലല്ലോ. സാറേ, അത് നമ്മള് ഈ 10:33 ആ NH കംപ്ലൈന്റ് നമ്പറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാണ്ടതല്ലേ നമ്മൾ. കംപ്ലൈന്റ് വിളിച്ച് പറയണ പണിയൊന്നും എനിക്കില്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പണ്ടേ ചെയ്തിട്ടില്ലല്ലോ. ഒരിടത്ത് ഞാൻ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത്? നമ്മുടെ അടുത്ത് കംപ്ലൈന്റ് പറയാലോ പറഞ്ഞത്. അല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പോലും ഞാൻ കംപ്ലൈന്റ് പറഞ്ഞില്ലല്ലോ. ഞാൻ നാളെ ഞാൻ കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞോളൂ. പാലിയേക്കരയിൽ പിരിക്കുന്നില്ല. പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നുണ്ട്. അതിനാണല്ലോ 2 പ്രാവശ്യം ഞാൻ കോടതിയിൽ ഉത്തരവ് അടിച്ചത്. കളക്ടർ ഉത്തരവ് ഇട്ടിട്ടില്ലേ? അതല്ല പറഞ്ഞത്. അതിപ്പോ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അങ്ങാണ്ട് ഉത്തരവ് വന്ന് ഇറങ്ങി, അത് പിരിക്കുന്നില്ല എന്ന് വെച്ചു, പിരിച്ചിട്ടില്ല. ആ സെറ്റിൽമെന്റ് ഗെയിമൊക്കെ എനിക്ക് അറിയാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ. ടോള് കൊടുത്ത് പോരുന്ന റോഡിലെ ഗതാഗതക്കുരുക്കാണ്. എന്തായാലും നമുക്ക് അവരൊന്ന് വിളിച്ചു വയ്ക്കാം. അമ്മേ, The person you're calling is not answering. Please try later. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ദയവായി അല്പനേരം കഴിഞ്ഞ് വീണ്ടും family and groups. BSR. അവന്മാരെടുക്കുന്ന പോലുമില്ല, കണ്ടോ? The person you're calling is not answering. Please try later. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. കണ്ടില്ലേ? ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ്. സാറേ, എനിക്കൊരു വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. സാറേ, നിങ്ങളുടെ റെസ്റ്റ് റൂം എവിടെയാ? റെസ്റ്റ് റൂം നമ്മുടെ ടോൾ പ്ലാസ, പാലക്കാട് സൈഡിൽ നിന്ന് വരുമ്പോൾ ടോൾ പ്ലാസ എത്തുന്നതിന് മുമ്പ്. ഞാൻ നിങ്ങളോട് ടോൾ പ്ലാസ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചതാണല്ലോ നിങ്ങളുടെ സ്റ്റാഫ് അവിടെ ഇരുന്നിടത്ത്. നിങ്ങൾ പറഞ്ഞു ടോള് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പ് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. എവിടേക്ക് പോകുമ്പോ? തൃശ്ശൂർക്ക് പോകുമ്പോ അതോ പാലക്കാട്? അതെ, തൃശ്ശൂർക്ക് പോകുമ്പോ. ടോൾ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡില്. ഞാൻ ടോൾ എടുത്തു കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ അവരോട് ചോദിച്ചത്, സ്റ്റാഫിനോട് ചോദിച്ചത്. ടോൾ എടുത്തതിന് ശേഷമാണോ ചോദിച്ചത്? ടോൾ എടുക്കുമ്പോഴാണല്ലോ ഞാൻ ചോദിച്ചത്. ടോൾ റോഡിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം അവിടെ ബോർഡൊന്നും നിങ്ങൾ വെച്ചിട്ടില്ല. അവിടെ ഉണ്ട്, നമ്മുടെ സൈഡിൽ റെസ്റ്റോറന്റ് ഉണ്ട്. എവിടെയായിട്ട്? നമ്മുടെ ഈ ആംബുലൻസ് കിടക്കുന്നതിന് തൊട്ടപ്പുറത്ത്. ക്രെയിൻ ഇല്ല, ആംബുലൻസ് കിടക്കുന്നതിന് തൊട്ടപ്പുറത്ത്. ഈ റോഡില് ടോൾ അടച്ചിട്ട് കംപ്ലീറ്റ് ബ്ലോക്ക് ആണല്ലോ ഇവിടെ. ഈ പണി നടക്കുന്നുണ്ട് അല്ലേ? അതെന്റെ സേവനത്തിന്റെ വീഴ്ചയല്ലേ? തീർച്ചയായിട്ടും. സേവനത്തിന് വീഴ്ച വരുത്തുമ്പോ തമിഴ്നാട് അടക്കമുള്ള ഒരു സ്റ്റേറ്റിലും പണി നടക്കുന്ന റോഡ് ടോൾ പ്ലാസ വിരിക്കാറില്ലല്ലോ. സാറേ, അത് നമ്മള് ഈ 10:33 ആ NH കംപ്ലൈന്റ് നമ്പറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാണ്ടതല്ലേ നമ്മൾ. കംപ്ലൈന്റ് വിളിച്ച് പറയണ പണിയൊന്നും എനിക്കില്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പണ്ടേ ചെയ്തിട്ടില്ലല്ലോ. ഒരിടത്ത് ഞാൻ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത്? നമ്മുടെ അടുത്ത് കംപ്ലൈന്റ് പറയാലോ പറഞ്ഞത്. അല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പോലും ഞാൻ കംപ്ലൈന്റ് പറഞ്ഞില്ലല്ലോ. ഞാൻ നാളെ ഞാൻ കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞോളൂ. അത് കുഴപ്പമില്ല. അത് എനിക്കും കുഴപ്പമില്ല. എനിക്ക് കിട്ടേണ്ട സേവനം കിട്ടാണ്ട് എന്നെ റോഡിലിട്ട് തടസ്സപ്പെടുത്തുമ്പോ ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്
ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നേ. എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ പോയതല്ലേ. ഞാനിപ്പോഴും ഈ റോഡിലല്ലേ ഗതാഗതക്കുരുക്കിലല്ലേ കിടക്കണത്. അവിടെ റോഡ് പണി നടക്കുന്നതിന് തടസ്സം. റോഡ് പണി കിടക്കുമ്പോൾ നിങ്ങളെങ്ങനെ ടോള് പിരിക്കും? അത് ഈ NH നേരിട്ട് അതിപ്പം നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെയും ഈ PST അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനികൾ ഇപ്പം ഈ ഫ്ലൈ ഓവർ എല്ലാം പണിയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് റോഡിൽ ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നുണ്ട്. റോഡിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പുറത്ത് 66-ലല്ലേ? അതെ. 66-ൽ എവിടെ ടോൾ പ്ലാസ ടോൾ പിരിച്ചു തുടങ്ങിയ എവിടെയാ? എവിടെ ടോൾ പ്ലാസ എവിടെ പിരിച്ചു തുടങ്ങിയത്? പണി തീരാത്ത റോഡിൽ എവിടെ ടോൾ പ്ലാസ പിരിച്ചു തുടങ്ങിയത്? എവിടെ ടോൾ പ്ലാസ പിരിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു? ഈ NH 66-ല് നിങ്ങൾ ഈ പറയുന്ന പണി നടക്കുന്ന സ്ഥലത്ത് എവിടെ, ഏത് റോഡിലാണ് ടോൾ പിരിച്ചത്? ഇത് NH 66 അല്ലല്ലോ. ഇത് NH 66-ല് നിങ്ങളല്ലേ ടോൾ പിരിക്കണുള്ളൂ. അപ്പൊ പാലിയേക്കരയിൽ പിരിക്കുന്നില്ലേ? പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നുണ്ട്. അതിനാണല്ലോ 2 പ്രാവശ്യം ഞാൻ കോടതിയിൽ ഉത്തരവ് അടിച്ചത്. കളക്ടർ ഉത്തരവ് ഇട്ടിട്ടില്ലേ? അതല്ല പറഞ്ഞത്. അതിപ്പോ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അങ്ങാണ്ട് ഉത്തരവ് വന്ന് ഇറങ്ങി, അത് പിരിക്കുന്നില്ല എന്ന് വെച്ചു, പിരിച്ചിട്ടില്ല. ആ സെറ്റിൽമെന്റ് ഗെയിമൊക്കെ എനിക്ക് അറിയാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ. ആണോ? അല്ല. ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം കിട്ടോ ഇല്ലോ എന്ന് ഞാനൊന്ന് നോക്കട്ടേന്ന്. ശരി ശരി. കേട്ടില്ലേ? ഒരു കിണ്ടിയും ഇല്ല. ഇവരിവിടെ പറയുമ്പോൾ അവിടുത്തെ ന്യായീകരണം പറയും, അവിടുത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പറയും. ഇതാണ് കേരളത്തിൽ നടക്കുന്നുകൊണ്ടിരിക്കുന്ന സംസ്കാരം അല്ലെങ്കിൽ സാംസ്കാരിക ഇത് എന്ന് നിങ്ങളെയൊക്കെ പറഞ്ഞതാണ്. എന്തായാലും നാളെ അടുത്ത അംഗം തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.